നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലശ്ശേരിയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായത് പാനൂർ ആണ്ടിപ്പീടിക സ്വദേശി VP മുഹമ്മദ് റഫ്നാസ്, തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി KP നാഫിഫ് നാസർ എന്നിവർ. ആന്തൂർ നഗരസഭയിൽ 3 വാർഡുകളിൽ കൂടി LDF-നെതിരില്ലാതെ ജയം. 2 UDF പത്രിക തള്ളിയതും ഒരാൾ പിൻവലിച്ചതുമാണ് ജയത്തിന് കാരണം. പാവപ്പെട്ടവന്റെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്നവരുടെ ഭരണത്തിൽ പാവങ്ങൾ പെരുകുകയാണെന്ന് കെ സുധാകരൻ MP. നമ്മുടെ നാടിന്റെ ഖജനാവിലെത്തേണ്ട പണം അഴിമതിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിലെത്തുന്ന ഭരണമാണിതെന്നും കെ സുധാകരൻ. മാക്കുനി വേലഞ്ചിറ കരിങ്കൽ കെട്ടി പുഴഭിത്തി സംരക്ഷണ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ. നിർമ്മാണം നടക്കുന്നത് പുതുച്ചേരി സർക്കാരിന്റെ PWD ഫണ്ട് 9 ലക്ഷം രൂപ ചിലവഴിച്ചു. വാർത്തകൾ വിശദമായി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. പാനൂർ ആണ്ടിപ്പീടിക സ്വദേശി VP മുഹമ്മദ് റഫ്നാസ്, തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി KP നാഫിഫ് നാസർ എന്നിവരാണ് പിടിയിലായത്. പാനൂർ ആണ്ടിപ്പീടിക സ്വദേശിയായ മുഹമ്മദ് റഫ്നാസ് VP, തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശിയായ നാഫിക് നാസർ KP എന്നിവരാണ് തലശ്ശേരി പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും 0.79 ഗ്രാം MDMA കണ്ടെത്തി. സ്വന്തം ഉപയോഗത്തിനാണ് ഇത് സൂക്ഷിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു പ്രകാശ് TVയുടെ നിർദ്ദേശപ്രകാരം SI PV ഷമീൽ, SCPO ലിംനേഷ്, CPO പ്രശോഭ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തർക്കം നിലനിന്ന കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ 3 വാർഡുകളിൽ കൂടി LDF-ന് എതിരില്ലാതെ ജയം. 2 UDF പത്രിക തള്ളിയതും ഒരാൾ പിൻവലിച്ചതുമാണ് ജയത്തിന് കാരണം. കണ്ണപുരത്തും 2 ഇടത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചു. അതേസമയം ആന്തൂരിൽ തർക്കം നിലനിന്ന മറ്റു 2 വാർഡുകളിൽ UDF പത്രികകൾ അംഗീകരിച്ചു. കോൾമൊട്ട, തളിവയൽ, തളിയിൽ, കോടല്ലൂർ, 5-ാം പീടിക എന്നീ വാർഡുകളിലാണ് അനിശ്ചിതത്വം നിലനിന്നത്. സൂക്ഷ്മ പരിശോധനയിൽ ഒപ്പിനെ ചൊല്ലി ഇരു മുന്നണികളും തമ്മിൽ തർക്കമായതോടെ വരണാധികാരി പ്രത്യേക ഹിയറിംഗ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കോൾമൊട്ട, തളിവയൽ എന്നിവിടങ്ങളിൽ UDF പത്രികയിലെ ഒപ്പുകൾ വ്യാജമാണെന്ന LDF വാദം തള്ളിയാണ് പത്രിക അംഗീകരിച്ചത്. GN ഉണ്ണികൃഷ്ണൻ, റംഷീന എന്നിവരാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ. ഈ 2 LDF-ഉം UDF-ഉം മത്സരം നടക്കും. തളിയിൽ, കോടല്ലൂർ എന്നിവിടങ്ങളിൽ UDF പത്രികയിലെ ഒപ്പ് അംഗീകരിച്ചില്ല. ഈ പത്രിക തള്ളിയതോടെ 2 LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു. അപ്പോൾ 22-ാം തീയതി കൊടുത്ത മൊഴിയും 24-ാം തീയതി കൊടുത്ത മൊഴിയിലെയും വൈരുദ്ധ്യങ്ങൾ ആണ് വ്യക്തമായ റിട്ടേണിംഗ് ഓഫീസർ തിരിച്ചറിയുകയും ഇത് വൈരുദ്ധ്യമായ പ്രസ്താവനയാണ് എന്ന കാരണത്താൽ കോൾമൊട്ടയിൽ മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ണികൃഷ്ണൻ മാഷൻ നോമിനേഷൻ അംഗീകരിച്ചുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ തീരുമാനമെടുത്തു. മറ്റൊന്ന്, 20-ാമത്തെ വാർഡ് തളിവയൽ 20-ാം വാർഡിൽ നോമിനേഷൻ കൊടുത്തിരുന്ന നോമിനേഷൻ കൊടുത്തിരുന്ന ഷമീമയുടെ നോമിനേഷനാണ്. റംഷീനയുടെ നോമിനേഷൻ ആയിരുന്നു 2ാമതായി പരിശോധനയ്ക്ക് എടുത്തത്. അതിൽ നാമനിർദ്ദേശം നൽകിയത് രഘുനാഥൻ എന്നയാളായിരുന്നു. രഘുനാഥൻ ഹിയറിംഗ് സമയത്ത് അതിലെ ഒപ്പ് എൻ്റേതാണ് എന്ന് പൂർണ്ണമായി സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ബ്ലാങ്ക് ഫോറത്തിലാണ് ഒപ്പിട്ട് കൊടുത്തതെന്നാണ്. പക്ഷേ വ്യക്തമായി അച്ചടിച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നാമനിർദ്ദേശക നോമിനേഷൻ ഫോറം എന്ന് പ്രത്യേകമായി എഴുതി അതിൽ ഓരോ കാര്യങ്ങളും പൂർണ്ണമായി പ്രിന്റ് ചെയ്ത ഒരു ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പുണ്ടായിരുന്നത് എന്നതുകൊണ്ട് ഒപ്പ് അദ്ദേഹം അംഗീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അപ്രസക്തമാണ് എന്നതുകൊണ്ടും KV പ്രേമരാജൻ, E രജിത എന്നിവരാണ് ജയിച്ചത്. 5-ാം പീടിക വാർഡിൽ UDF സ്ഥാനാർത്ഥി K ലവ്യ പത്രിക പിൻവലിച്ചതോടെ TV ധന്യക്കും എതിരില്ലാതെ ജയമായി. ഇതോടെ ആന്തൂരിൽ മാത്രം എതിരില്ലാതെ ജയിച്ച LDF സ്ഥാനാർത്ഥികളുടെ എണ്ണം 5ആയി. പാവപ്പെട്ടവന്റെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്നവരുടെ ഭരണത്തിൽ പാവങ്ങൾ പെരുകുകയാണെന്ന് കെ സുധാകരൻ MP. നമ്മുടെ നാടിന്റെ ഖജനാവിലെത്തേണ്ട പണം അഴിമതിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിലെത്തുന്ന ഭരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാടിന്റെ ഖജനാവിലെത്തേണ്ട പണം അഴിമതിയിലൂടെ മുഖ്യമന്ത്രി
പിണറായി വിജയന്റെ കുടുംബത്തിലെത്തുന്ന ഭരണമാണിതെന്ന് കെ സുധാകരൻ MP പറഞ്ഞു. കള്ളക്കടത്ത് പണമുണ്ടാക്കി പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും പിണറായി വിജയന്റെ കുടുംബവും ഈ രാജ്യത്തെ പകരുകയും രാജ്യത്തെ തകർക്കുകയാണ്. ഈ രാജ്യത്തെ ചൂഷണം ചെയ്യാണ്. എത്ര കോടികൾ പിണറായിയുടെ വീട്ടിലേക്ക് പോയ കോടികൾ എത്ര, പിണറായിയുടെ മകൾക്ക് പോയ കോടികൾ എത്ര, പിണറായിയുടെ മകന് പോയ കോടികൾ എത്ര, പിണറായിയുടെ പാർട്ടിയിലേക്ക് പോയ കോടികൾ എത്ര, എല്ലാം നാട്ടിന്റെ പണമാണ്, എന്റെയും നിങ്ങളുടെയും പണമാണ്. ആ പണം തട്ടിയെടുക്കുന്ന ഒരു കൊള്ളക്കാരന്റെ കയ്യിൽ ഈ കേരളം കൊണ്ടുനിന്നാൽ ഈ നാടിനെ വിജയിപ്പിക്കാൻ സാധിക്കോ? തകർക്കണം, തകർക്കണം, വലിച്ചെറിയണം. അതിനുള്ള മുന്നോടിയാണ് ഇത്. വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ് ഈ ലോകം കൂടി തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ ഓർക്കണം. അറത്തിൽ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. MP താഹിർ, K ഉമേശൻ, CT ഫൈസൽ, AK ഇബ്രാഹിം, CM അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. കരിങ്കൽ കെട്ടി പുഴഭിത്തി സംരക്ഷിക്കുന്ന മാക്കുനി വേലഞ്ചിറ പ്രദേശം രമേശ് പറമ്പത്ത് MLA സന്ദർശിച്ച് പ്രവൃത്തി വിലയിരുത്തി. പുതുച്ചേരി സർക്കാരിന്റെ PWD ഫണ്ട് 9 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കരിങ്കൽ കെട്ടി പുഴഭിത്തി നിർമ്മിക്കുന്നത്. മൂലക്കടവ് വേലഞ്ചിറപ്പുഴയ്ക്ക് സമീപം താമസിക്കുന്നവരുടെ വീടുകളിൽ വെള്ളം കയറുന്ന പ്രശ്നത്തിനാണ് കരിങ്കൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാവുന്നതോടെ പരിഹാരമാവുകയെന്ന് രമേശ് പറമ്പത്ത് MLA പറഞ്ഞു. വീടുകളിൽ മാത്രമല്ല റോഡിലും സമീപത്തെ കടകളിലും മഴക്കാലത്ത് വെള്ളം കയറുന്ന സാഹചര്യമാണ് വർഷങ്ങളായി ഇവിടെയുള്ളത്. ഇതിന് ഒരു ശാശ്വത പരിഹാരമായിരിക്കുകയാണെന്നും MLA പറഞ്ഞു. മൂലക്കടവിലെ വേലഞ്ചിറ പുഴയ്ക്ക് സമീപത്ത് താമസിക്കുന്ന നിരവധി ആളുകൾ വർഷങ്ങളായി അവരുടെ പുഴയ്ക്ക് മീതെ ഒരു മതിൽ കെട്ടി നല്ല ശക്തമായ മഴക്കാലങ്ങളിൽ അതിശക്തമായ വെള്ളം ഒഴുകുന്നത് കാരണം ഇവരുടെ വീടുകളിലും റൂമുകളിലും വെള്ളം എത്തുകയും ഏറെ ദുരിതമനുഭവിക്കുന്ന ഏതാണ്ട് 10-25ഓളം വീട്ടുകാരാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോഴേ ഈ പ്രാവശ്യം വെള്ളം കയറിയപ്പോൾ വീടുകളിൽ മാത്രമല്ല ഈ വെള്ളം റോഡുകളിലെത്തുകയും അവിടെയുള്ള കടകളിലൊക്കെ തന്നെ ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഞാൻ നേരിൽ വന്ന് കണ്ടതാണ്. അതിനുശേഷം ഈ പ്രദേശത്തെ നിരവധി ആളുകൾ എന്നെ വന്ന് കാണുകയും ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുളസിയും ഈ പ്രദേശം വന്ന് സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും മാഹി അഡ്മിനിസ്ട്രേറ്റർ ത്രൂ അത് പോണ്ടിച്ചേരിയിൽ നിന്ന് സാങ്ഷൻ വാങ്ങി ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയും പ്രദേശത്ത് വർഷങ്ങളായുള്ള യാത്രാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ഈ പ്രദേശത്ത് ഏറെ വർഷങ്ങളായി ഇവർക്ക് വാഹന സൗകര്യങ്ങളില്ല, യാത്രാ സൗകര്യങ്ങൾ നടന്നു പോകാനുള്ള കൃത്യമായ വഴികളില്ല. പല ആളുകളുടെ വീടിൻ്റെ കോമ്പൗണ്ടിലൂടെയാണ് എല്ലാ ആളുകളും ദിവസങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് റോഡിലേക്ക് പോകാനുള്ള നല്ലൊരു ഫുട് പാത്തും ഇതോടുകൂടി തന്നെ ചെയ്തു കൊടുത്തതിലേറെ സന്തോഷമുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ നിരവധി തവണ ഈ പ്രദേശത്ത് ഒരു സ്വന്തമായ റോഡുണ്ടാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇവിടെയുള്ളത്. അത് മാത്രമല്ല ഇവിടെ ഇതിൻ്റെ വലത് ഭാഗത്ത് എന്താ പറയുക റോഡിന് തുരുത്തി റോഡ്, അതും ഇതേപോലെ തന്നെ ഏറെ വർഷങ്ങളായി ഈ 10-40ഓളം വീട്ടുകാർക്ക് റോഡില്ലാത്തതാണ് ഇവിടെ. അത് ഒരു വീട്ടുടമസ്ഥയെ കാണുകയും അവിടെ നിന്ന് കൺസെൻറ്റ് വാങ്ങുകയും തുടർന്ന് എല്ലാ ആളുകളും അതിൽ സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആ ഭാഗത്തും ഒരു റോഡ് അതിലൂടെ കുടിവെള്ള പൈപ്പും നിർമ്മിച്ചു കൊടുക്കാൻ സാധ്യമായിട്ടുണ്ട്. അത് മാത്രമല്ല മൂലക്കടവ് മുതൽ പൂഴിത്തല വരെയുള്ള പ്രദേശങ്ങളിലെ ഇത്തരം ഒരുപാട് വർഷക്കാലം നടക്കാൻ സാധ്യമാവാത്ത നിരവധി പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധ്യമായതിലേറെ സന്തോഷമുണ്ട്. അതുമാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, എൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാൻ സാധ്യമായ സന്തോഷവും കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ അറിയിക്കാൻ ഞാൻ ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. UDF നേതാക്കളും നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. UDF നേതാക്കളായ K ശശിധരൻ, KK വത്സൻ, മാഹി മുൻ കൗൺസിലർ മോഹനൻ, സാജൻ പന്തക്കൽ, തോട്ടോളി കുമാരൻ, മുല്ലോളി രാഘവൻ, പന്നിന്നൂർ പഞ്ചായത്ത് 1-ാം വാർഡ് UDF സ്ഥാനാർത്ഥി മുഹമ്മദ് റഫീഖ് പാറയിൽ, സരീഷ് കുമാർ മാക്കുനി, ലത്തീഫ് സഫ, തോട്ടോൾ കരുണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി പ്രസ് ഫോറം മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ 18ാമത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സ്മാരക
പത്രപ്രവർത്തക അവാർഡിന് പ്രാദേശിക പത്രപ്രവർത്തകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 2024 ഡിസംബർ 1 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച മികച്ച വാർത്തകൾക്കാണ് അവാർഡ് നൽകുകയെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ പ്രസ് ഫോറത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നൽകി വരുന്ന ഡോക്ടർ ഹെർമൻ കുണ്ടർട്ട് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രസംഗമാണിത്. നമുക്കറിയാം, ഡോക്ടർ ഹെർമൻ കുണ്ടർട്ട് മലയാള ഭാഷക്ക് മറക്കാൻ ആവാത്ത ഒരു അധ്യായമാണ്. കേരളത്തിനും മലയാള ഭാഷക്കും ഇത്രയേറെ സംഭാവനകൾ നൽകിയ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയ്ക്ക് ലക്ഷണമൊത്ത ഒരു നിഘണ്ടു സമ്മാനിച്ച, മിഷൻ പ്രവർത്തകനായി വന്ന് തലശ്ശേരിയിലെത്തി ഊരാച്ചേരി ഗുരുക്കന്മാരിൽ നിന്നും മലയാളം അഭ്യസിച്ച് പ്രസ് തുടങ്ങി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി, മലയാള ഭാഷയെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്ത ഒരു മനുഷ്യനാണ് ഡോക്ടർ ഹെർമൻ കുണ്ടർട്ട്. അദ്ദേഹത്തിന് സത്യത്തിൽ വേറെ എവിടെയും, കേരളത്തിലെവിടെയും മലയാള ഭാഷയുടെ ഓർമ്മയ്ക്ക് കേരളത്തിലെവിടെയും ഒരു അവാർഡില്ല. 18 വർഷം മുമ്പ് തലശ്ശേരിയുടെ ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് നമുക്ക് പറയാവുന്ന ഡോക്ടർ GS ഫ്രാൻസിസ്, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ തലശ്ശേരിയുടെ പൈതൃകങ്ങൾ ഇത്രയേറെ മനസ്സിൽ സൂക്ഷിക്കുകയും അതിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും അതിൻ്റെ ഓർമ്മകൾക്കായി തൻ്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്ന് പണം ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ ഈറ്റില്ലമാണ് തലശ്ശേരി. കേക്കിന് ഓർക്കണേ അദ്ദേഹം വേണം, ക്രിക്കറ്റിന് ഓർക്കണേ അദ്ദേഹം വേണം, ഗുണ്ടറ്റിന് ഓർക്കണേ അദ്ദേഹം വേണം, സർക്കസിന് ഓർക്കണേ അദ്ദേഹം വേണം. മറ്റുള്ളവർ ഓർക്കുന്നില്ല എന്നല്ല, ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബ പശ്ചാത്തലമുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റ്. അങ്ങനെ ഒരു ട്രസ്റ്റിന്റെ നാമത്തിൽ ഈ ചരിത്രത്തെ എല്ലാം ഓർത്ത് പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കുക. തലശ്ശേരി പ്രസ് ഫോറത്തിന്റെ ഗുണ്ടർട്ട് സ്മാരക പത്രപ്രവർത്തക അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. തലശ്ശേരി മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തിലാണ് ഡോക്ടർ ഹെർമൻ കുണ്ടർട്ടിന്റെ സ്മരണയ്ക്കായി പത്രപ്രവർത്തക അവാർഡ് ഏർപ്പെടുത്തിയത്. 18ാമത് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് അവാർഡിന് അപേക്ഷിക്കാമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചു, നമ്മുടെ പ്രസ് ഫോറത്തിന് 2 അവാർഡുകളാണ് നമ്മളിപ്പോൾ നിലവിൽ നൽകുന്നത്. ഒന്ന് കോടിയേരിയുടെ പേരിലുള്ള അവാർഡാണ്. കോടിയേരിയുടെ അവാർഡിന്റെ നമുക്ക് എൻട്രികൾ കിട്ടിക്കഴിഞ്ഞു. അതിന്റെ വാല്യുവേഷൻ നമ്മുടെ ലൈബ്രറി സെക്രട്ടറി ദിനേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജ് അവാർഡാണ് ഹെർമൻ കുണ്ടർട്ട്. നേരത്തെ നവാസ് പറഞ്ഞ 18 വർഷമായിട്ട് നമ്മൾ തുടരുന്ന ഒരു അവാർഡാണ്. 2024 ഡിസംബർ 1 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച മികച്ച വാർത്തകൾക്കാണ് അവാർഡ്. പരമ്പര സ്വീകരിക്കുന്നതല്ല. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. വാർത്തയുടെ ഒറിജിനലും 3 ഫോട്ടോ കോപ്പിയും ഡിസംബർ 5-നകം ലഭിക്കണം. വിലാസം സെക്രട്ടറി പ്രസ് ഫോറം, തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ്, തലശ്ശേരി എന്നുള്ളതാണ്. അത് പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു അവാർഡ് 18 കൊല്ലമായിട്ട് നടത്തുന്നത്. ഇവിടെ കേരളത്തിൽ ഒരു ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ആരും ഓർക്കുന്നില്ല. അവിടെ ബെഞ്ചമിൻ ബെയ്ലിയാണ് അവിടെ പോയിരിക്കുന്നത് കോട്ടയത്ത്. അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് അവാർഡുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇത് നമ്മുടെ തലശ്ശേരിക്കാർ എന്നും നിലനിർത്തണം, എൻ്റെ കാലശേഷവും നിലനിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഇത് ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അതുവരെക്കെങ്കിലും ഉണ്ടാകണം. ഇത് ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. കാരണം മലയാളത്തിനെ മുഴുവനായിട്ട് വളർത്തി മുഴുവൻ മുന്നോട്ട് കൊണ്ടുവന്നത് നേരത്തെ പറഞ്ഞ മാതിരി ഊരാച്ചേരി ഗുരുക്കളുടെ അടുത്തുനിന്ന് പഠിച്ച് അങ്ങനെ ഈ ഗ്രന്ഥങ്ങൾ എഴുതി 28 ഗ്രന്ഥങ്ങൾ എഴുതി അങ്ങനെ പ്രശസ്തനായ മലയാളത്തിനെ കുറിച്ച് ഒരു മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് പറഞ്ഞ വാക്കുകളെ അറിയില്ല മലയാളത്തിലെ ആൾക്കാർക്ക്. ആ വാക്കുകളൊക്കെ ശേഖരിച്ച് അത്രയും വലിയ നിഘണ്ടു എൻ്റെ അടുത്തുണ്ട്. നിഘണ്ടു അങ്ങനെ ആ നിഘണ്ടു എഴുതാനൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രസാദമായിരിക്കും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഞാനിത് അവാർഡ് കൊടുത്തു വരുന്നത്. അത് ഇനിയും നടക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഞാൻ നിർത്തുന്നു. 2024 ഡിസംബർ 1 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച മികച്ച വാർത്തകൾക്കാണ് അവാർഡ്. പരമ്പര സ്വീകരിക്കില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു.
10,001 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. ഡിസംബർ 5-നകം അപേക്ഷകൾ ലഭിക്കണം. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, സെക്രട്ടറി അനീഷ് പാതിരിയാട്, ട്രഷറർ എൻ സിറാജുദ്ദീൻ, മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ഡോക്ടർ GS ഫ്രാൻസിസ്, ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ എന്നിവർ പങ്കെടുത്തു. കടവത്തൂർ തെണ്ടപ്പറമ്പ് ചന്ദ്രോത്ത് തറവാട് ഗുരുദേവി ക്ഷേത്രം 2ാമത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ചടങ്ങിൽ പങ്കെടുത്തു. KP മോഹനൻ MLA കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. സ്ത്രീകളാവുമ്പോൾ അറിയാലോ, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും പറയാനും ഒക്കെ തന്നെ ഉണ്ടാവും. അതിന് ഞാൻ പണ്ടേ പറയുന്നൊരു കഥയുണ്ട്. നമ്മുടെ പൊയിലൂരിൽ നിന്ന് പണ്ട് ബസ്സും ഇതൊന്നും ഇല്ലാത്ത സമയത്ത് സ്ത്രീകളൊക്കെ തന്നെ തലയിൽ ചുമടുമായിട്ട് ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ തന്നെ തലശ്ശേരി കൊണ്ട് വിൽക്കാൻ പോകും. ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഇങ്ങോട്ടും 22 കിലോമീറ്റർ. തിരിച്ചു വരുമ്പോൾ അവിടുന്ന് പഞ്ചസാരയും ചായപ്പൊടിയും അതുപോലുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള സാധനമൊക്കെ തന്നെ വാങ്ങിച്ചിട്ടാണ് വരിക. അത് നാട്ടുകാർക്കൊക്കെ തന്നെ ഇവിടെ പൈസക്കൊക്കെ തന്നെ കൊടുക്കും. തൂവക്കുന്നിലെത്തിയാൽ വടക്കേ പൊയിലൂർ പോകേണ്ട ആൾ അങ്ങോട്ട് പോകും, പൊയിലൂർ പോകേണ്ട ആൾ അങ്ങോട്ട് പോകും, തൂവക്കുന്നാവും. അപ്പോൾ വടക്കേ പൊയിലൂർ പോകേണ്ട ആൾ പറയും, നാണി നമ്മൾ പറയേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ലേ, ബാക്കി നമുക്ക് നാളെ പറയാമെന്ന് പറയും. ഇത് 22, 44 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ട് എല്ലാം പറഞ്ഞതിന് ശേഷവും പിന്നീടും പറയാൻ പിരിയുമ്പോൾ പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 44 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞു തരിക. അതുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്ക്. അതൊക്കെ തന്നെ പറയാനുള്ളൊരു അവസരം. ബാലൻ മാണിക്കോത്ത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. T ദിവാകരൻ, കോയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ, E രജീഷ്, ഹരീഷ് കടവത്തൂർ, CKB തിലകൻ മാസ്റ്റർ, PK ബാലൻ മാസ്റ്റർ, K ഭാസ്കരൻ മാസ്റ്റർ, സുരേഷ് ബാബു തിരുമംഗലത്ത്, അശോകൻ ചമ്പാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. അനിൽ തിരുവങ്ങാട് ആധ്യാത്മിക പ്രഭാഷണം നടത്തി. കലാപരിപാടികളും അരങ്ങേറി. സാമൂഹിക പ്രസക്തിയുള്ള വിഷയം പ്രമേയമാക്കിയ ക്രഷ് എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം ചൊക്ലി കുന്നുമ്മൽക്കണ്ടി അപ്പാറൽ പാർക്കിൽ നടന്നു. ചലച്ചിത്ര അക്കാദമി മുൻ അംഗം പ്രദീപ് ചൊക്ലി ഉദ്ഘാടനം ചെയ്തു. ഏതാപ്പാ സമൂസക്കാരെ, അവർ വണ്ടി തട്ടിട്ട് കുറെ കാലമായില്ല കടപ്പിലേക്ക്. നമ്മളാശുരക്കല്ലേ അയാൾക്ക് ഇതിന് വേണ്ടിയിട്ട് സമൂസക്കാരനെ. സാമൂഹിക പ്രസക്തിയുള്ള വിഷയം പ്രമേയമാക്കി ക്രഷ് എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം ചൊക്ലി കുന്നുമ്മൽക്കണ്ടി അപ്പാരൽ പാർക്കിൽ നടന്നു. ചലച്ചിത്ര അക്കാദമി മുൻ അംഗം പ്രദീപ് ചൊക്ലി ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു പെൺകുട്ടി ഐഫോണിൽ ഒരു സിനിമ എഴുതി അവിടെ അത് എൻട്രി കിട്ടി. എൻട്രി കിട്ടുന്നത് വലിയ കാര്യമാണ് ഫെസ്റ്റിവലിൽ. കാരണം 20, 50, 1 കോടിയൊക്കെ കാശ് മുടക്കിയിട്ട് സിനിമയുടെ സമയത്ത് ഈ കുട്ടിയുടെ സിനിമക്ക് 1,50,000 രൂപയാണ് ചെലവ് വന്നത്. ഒരുപാട് ഫെസ്റ്റിവലിൽ സിനിമ പോയി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ആർക്കും സിനിമയില്ല. പക്ഷെ അതിനൊരു കണ്ടന്റ് ഉണ്ടായിരിക്കണം. എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം എന്താണ്, അതിനാണ് ഒരു സിനിമയുടെ വിജയവും പരാജയവും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആരോപണം എന്ന് പറയുന്ന മഞ്ജു വാര്യർ അഭിനയിച്ച 20-21 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു സിനിമ കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മമ്മൂട്ടി കമ്പനിയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അത് ഇന്ന് 6ാമത്തെ ദിവസമാണ് അത് റിലീസ് ചെയ്തത്. 2 മില്യൺ ആൾക്കാർ ആ ഷോർട്ട് ഫിലിം കണ്ടു എന്നുള്ളതാണ് ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള പ്രസക്തി. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി ഏറ്റവും ചെറിയ രീതിയിൽ 1000 പ്രസംഗം നമ്മൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ 1000 പ്രസംഗത്തെക്കാൾ ഇമ്പാക്ട് നമുക്കുണ്ടാകും. നമ്മൾ കണ്ണോട് കാണാനായിട്ട്. സിനിമയിൽ അഭിനയിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. T ജയേഷ് അധ്യക്ഷനായി. ക്രഷിന്റെ ഡയറക്ടർ സത്താർ വലിയ വീട്ടിൽ അവതരണ റിപ്പോർട്ട് സമർപ്പിച്ചു. അഷ്റഫ് കടമ്പൂർ മുഖ്യ കഥാപാത്രമായി അഭിനയിച്ചു.
പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥി വി ഉദയൻ മാസ്റ്റർ, ചൊക്ലി 5-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി KP ഷിനോജ്, പുരോഗമന സംഘടനാ നേതാവ് TTK ശശി, 5-ാം വാർഡ് അംഗം PV ഷീജ, 5-ാം വാർഡ് കൺവീനർ കനകരാജ് എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ഫെബിൻ, KP റഹീസ്, ജംഷീർ, സാജിദ് എന്നിവർ നേതൃത്വം നൽകി. ഫാത്തിമ ഹന്ന സ്വാഗതവും ഫെബിൻ നന്ദിയും പറഞ്ഞു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITU കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര വാഹന ഗതാഗത മന്ത്രാലയത്തിന്റെ മോട്ടോർ വാഹന ഫിറ്റ്നസ് 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേന്ദ്ര വാഹന ഗതാഗത മന്ത്രാലയത്തിന്റെ മോട്ടോർ വാഹന ഫിറ്റ്നസ് 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച നടപടികൾക്കെതിരെ ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൂണേരി രവീന്ദ്രൻ അധ്യക്ഷനായി. CITU നേതാവ് NK ശ്രീനിവാസൻ, V ശ്രീധരൻ, K രാമചന്ദ്രൻ, OP മനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കുണ്ടിച്ചിറ AKG സ്മാരക ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി നടന്നു. ജംഷിദ് അലി മലപ്പുറം പ്രഭാഷണം നടത്തി. ജംഷീദ് അലി മലപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. ഒരു സ്കൂളിനകത്തെ പ്രധാന അധ്യാപകന് പോലും തന്റെ വിശപ്പ് മാറ്റാൻ കഴിയാതിരുന്ന ഭൂതകാലത്തിൽ നിന്ന് ഒരാളും പട്ടിണി കിടക്കാത്ത കേരളത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെയാണ് മാറിയത്? ആ മാറ്റം വളരെ സ്വാഭാവികമായി സംഭവിച്ചതല്ല. നോക്കൂ, നിങ്ങൾ 1960കളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യമുണ്ടായിരുന്ന നാട് ഈ കേരളമാണ്. നിങ്ങൾ ഇന്ത്യയിലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വൻ നഗരത്തിലൂടെ വെറുതെ ഒരു യാത്ര നടത്തി നോക്കൂ. ഞാൻ എൻ്റെ വെക്കേഷൻ സമയങ്ങളിൽ, ഞാൻ അധ്യാപകനാണ്, ഒഴിവ് സമയങ്ങളിൽ പരമാവധി പാർട്ടി പരിപാടിയൊന്നുമില്ലെങ്കിൽ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇന്ത്യയിലെ പല നഗരങ്ങളിലൂടെയും നഗരങ്ങളുടെ തെരുവുകളിലൂടെയും യാത്ര നടത്തിയിട്ടുണ്ട്, നിങ്ങളിൽ പലരെയും പോലെ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വൻ നഗരത്തിൽ, ബീഹാറിലെ പാട്ന, പാടലിപുത്ര എന്നൊരു കാലത്ത് അറിയപ്പെട്ട ചരിത്രത്തിലെ വലിയ നഗരമാണ്. ഡൽഹി നഗരം, കൽക്കത്ത, രാജ്യത്തെ ഏതെങ്കിലും മുംബൈ, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വൻ നഗരത്തിലേക്ക് നിങ്ങൾ വെറുതെ ഒരു യാത്ര പോവുക. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വൻ നഗരത്തിൽ നിന്ന് ഒരു തട്ടുകടയിൽ ഒരു ഗ്ലാസ് ചായ വാങ്ങുക. സാധാരണ 5 സ്റ്റാർ ഹോട്ടലിലൊന്നും പോയിട്ട് ചായ കുടിക്കരുത്. ഒരു തെരുവിലെ ചായക്കടയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങുക. ആ ചായ നിങ്ങൾ കുടിച്ചു തീരുന്നതിന് മുമ്പ് ഒരു കുട്ടി നിങ്ങളുടെ ശരീരത്തിൽ വന്ന് സ്പർശിച്ചിട്ടുണ്ടാകും. ആ കുട്ടിയുടെ കൈകൾക്ക് എത്താവുന്ന ദൂരത്ത് നിങ്ങളുടെ തുടകളിൽ, നിങ്ങളുടെ ശരീരത്തിൽ ആ കുഞ്ഞു കൈകൾ നിങ്ങളെ തൊണ്ടി വിളിക്കുന്നുണ്ടാകും. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിശപ്പ് കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതം പേറുന്ന ആ കണ്ണുകൾ നിങ്ങളെ നിസ്സഹായതയോടെ നോക്കിക്കൊണ്ട് കൈനീട്ടി നിൽക്കുന്നുണ്ടാകും. ഇന്ത്യയിലെ ഏത് വൻ നഗരത്തിലും പോയാൽ കാണാവുന്ന ഈ കാഴ്ച നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യൂ. ഏതെങ്കിലും തട്ടുകടയിൽ നിന്ന് ചായ കൊടുക്കൂ. ഒരൊറ്റ കുട്ടി മലയാളി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടി നിൽക്കില്ല എന്ന ഉറപ്പ് ഈ കേരളത്തിന് എങ്ങനെ സാധ്യമായി? എങ്ങനെ മാറി നമ്മുടെ നാട്? കുണ്ടിച്ചിറ പ്രദേശത്തെ 10, 11, 12 വാർഡുകളിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളായ ലതിക ശ്രീജിത്ത്, ഭാസ്കരൻ കൂരാറത്ത്, രത്നകുമാരി എന്നിവർക്കും പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുണ്ടിച്ചിറ ഡിവിഷൻ സ്ഥാനാർത്ഥി ഫൈസാന റഷീദ്, ജില്ലാ പഞ്ചായത്ത് കതിരൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി AK ശോഭ എന്നിവർക്കും പൊതുയോഗത്തിൽ വെച്ച് സ്വീകരണം നൽകി. കഴിഞ്ഞ 5 വർഷക്കാലം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സ്ഥാനമൊഴിയുന്ന നിലവിലെ വാർഡ് അംഗങ്ങളായ P പവിത്രൻ, TK ഷാജി, സാവിത്രി എന്നിവരെ ആദരിച്ചു. വത്സൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. AK ശോഭ, ഫൈസാന റഷീദ്, ഭാസ്കരൻ കൂരാർത്ത്, ലതിക ശ്രീജിത്ത്, രത്നകുമാരി എന്നിവർ സംസാരിച്ചു. M ഷിജു സ്വാഗതം പറഞ്ഞു. ക്ലബിനെ പ്രതിനിധീകരിച്ച് കേരളോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. കരോക്കെ ഗാനമേളയും നടന്നു. PM പോഷൻ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പാനൂർ, ചൊക്ലി, തലശ്ശേരി നോർത്ത് ഉപജില്ലകളിലെ പാചക തൊഴിലാളികളുടെ പാചക മത്സരം സംഘടിപ്പിച്ചു. പാനൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. PM പോഷൻ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പാനൂർ, ചൊക്ലി, തലശ്ശേരി നോർത്ത് ഉപജില്ലകളിലെ പാചക തൊഴിലാളികളുടെ പാചക മത്സരമാണ്
പാനൂരിൽ സംഘടിപ്പിച്ചത്. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം നടന്നത്. ജില്ലാ നോൺ ഫീഡിംഗ് സൂപ്പർവൈസർ TV ഗിരീഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ചുക്ലി AU K ബാബുരാജ്, പാനൂർ BPC K സിമി ടീച്ചർ, HM ഫോറം സെക്രട്ടറി M നജീബ്, നോൺ മീൽ ഓഫീസർമാരായ ഡയാന, പ്രതീഷ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ എലിസബത്ത് ജൻസി, ഹെൽത്ത് ഇൻസ്പെക്ടർ സജിത് കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പാനൂർ സബ് ജില്ലാ നോൺ മീൽ ഓഫീസർ KP നിയ സ്വാഗതവും പ്രധാനാധ്യാപിക നളിനി മാവില നന്ദിയും പറഞ്ഞു. പാനൂർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർമാർ പാചക തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസും ഇതോടനുബന്ധിച്ച് നടത്തി. പാചക മത്സരത്തിനുള്ള ഡിപ്പാർട്ട്മെന്റ് ക്യാഷ് അവാർഡിന്റെയും സർട്ടിഫിക്കറ്റിന് പുറമെ പാനൂർ കണ്ണമ്പള്ളി LP സ്കൂൾ, പാനൂർ ഫോർച്യൂൺ ട്രോഫീസിന്റെ സഹകരണത്തോടെ തലശ്ശേരി നോർത്ത് AU A പ്രശാന്ത് സമ്മാന വിതരണം നടത്തി. വെസ്റ്റ് നെടുമ്പ്രം ശ്രീ നാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിന്റെയും കണ്ണൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അഗ്നി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പാനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ K ദിവുകുമാർ ക്ലാസ് എടുത്തു. പാനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായ K ദിവുകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അഥവാ നമ്മുടെ വീട്ടിൽ ഗ്യാസ് മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്, നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കും? നമ്മൾ മുൻകരുതൽ എടുക്കുക വേണം. എന്തൊക്കെ ചെയ്യണം ശ്രദ്ധിക്കണം, ചെയ്യാതിരിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം അല്ലേ? ചെയ്യുന്നത് ശ്രദ്ധിക്കണം, ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം അല്ലേ? നമ്മൾ അബദ്ധം ചെയ്യാൻ പാടില്ല. യെസ്. എന്തൊക്കെ മുൻകരുതൽ എടുക്കും? ലൈറ്റ് ഓഫ് ആക്കുക, ലൈറ്റ് ഇടൂല, ഇട്ടത് ഓഫ് ആക്കുക. രണ്ടും ചെയ്യാൻ പാടില്ല. ഓൺ ചെയ്യാനും പാടില്ല, ഓഫ് ചെയ്യാനും പാടില്ല. രണ്ടും ചെയ്യാൻ പാടില്ല. നിലവിലുള്ള കണ്ടീഷൻ എന്താണോ എന്തോ അതുപോലെ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്പാർക്ക് വരും. കാരണം നമ്മൾ സ്പാർക്ക് കണ്ടിട്ടുണ്ട്, ലൈറ്ററിൻ്റെ മുകളിൽ സ്പാർക്ക് കണ്ടിട്ടില്ലേ അല്ലേ? ഗ്യാസ് ലീക്കായി സ്റ്റൗ കത്തിക്കുന്നത് വളരെ ചെറിയ സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ലീക്കായി കഴിഞ്ഞാൽ അത്രയും സ്പാർക്ക് വേണ്ടി വരുമോ? ഇല്ല, വളരെ ചെറുതാണ് മതി. നമ്മൾ കണ്ണിൽ പോലും കാണാതെ അത്ര അളവിലുള്ള തീപ്പൊരി മതി തീ പിടിക്കാൻ വേണ്ടി. ഒരു കാരണവശാലും ലൈറ്റ് ഇടാൻ പാടില്ല. ഈ ശബ്ദം കേട്ട ഉടനെ നമ്മൾ എന്താ ചെയ്യുക? ലീക്കാകുന്ന ശബ്ദം കേട്ട ഉടനെ ഇറങ്ങി ഓടുക ഇല്ല. ഗ്യാസ് ഓഫാക്കിയ പോരെ, ഇവിടെ ഒരു റെഗുലേറ്റർ ഉണ്ടാവില്ലേ, ആ റെഗുലേറ്റർ ഓഫാക്കിയാൽ തന്നെ ലീക്ക് അവിടെ നിൽക്കും. പക്ഷെ നമ്മൾ ഈ ഒരു ഈ ലീക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇറങ്ങി ഓടും. ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ പരിഹാരമാവുമോ? ഇല്ല. നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ തൊട്ടടുത്തോ അല്ലെങ്കിൽ കടകളിലോ വായനശാലയിലോ പോയിട്ട് പറയും എൻ്റെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട് എന്ന് പറയും. അവർ വരുമ്പോഴേക്കും വീടാകെ ഗ്യാസ് നിറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ധൈര്യത്തോടെ പിന്നെ അകത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഉടനെ ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സ് വന്നിട്ട് അവർക്ക് പിന്നെ കയറാതിരിക്കാൻ നിർവാഹമില്ല അല്ലേ? കാരണം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണ്ടേ. അവർ ധൈര്യം സംഭരിച്ചിട്ട് അകത്ത് കയറി പ്രശ്നം തീർക്കും. നമുക്ക് ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ തീപിടുത്തൊന്നും ഇല്ലെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ ലീക്ക് നിർത്താൻ പറ്റും. ഫയർ ഓഫീസർമാരായ M വിനിൽ, A സരീഷ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധി രതി രവീന്ദ്രൻ, NC ധനേഷ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പ്രദീപ് കുമാർ സ്വാഗതവും KTK മോഹനൻ നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ,
മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. വാർത്തകൾ തുടരുന്നു. സോബേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കേരളോത്സവം പങ്കാളികൾക്കുള്ള അനുമോദനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പ്രഭാഷകൻ VK സുരേഷ് ബാബു ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. 1984 സോബേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ചത്. 33 വർഷം തുടർച്ചയായി മാങ്ങാട്ടുടം പഞ്ചായത്തിലെ കേരളോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ക്ലബിന് തന്നെയാണ്. 5 വർഷമായി തുടർച്ചയായി കൂത്തുപറമ്പ് ബ്ലോക്കിലെ മികച്ച ക്ലബ്ബും ഒപ്പം ഓവറോൾ ചാമ്പ്യന്മാരുമാണ്. കേരളോത്സവ വിജയികൾക്കുള്ള അനുമോദനം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ്. അത് വ്യക്തമാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ക്ലബും ഈ ക്ലബിന്റെ പ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളുമായി എത്രത്തോളം അടുത്ത ഹൃദയബന്ധമുണ്ട് എന്നതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇന്ന് ആദരിക്കപ്പെടുന്ന ഈ 3 വ്യക്തിത്വങ്ങളോട് അധ്യാപക രംഗത്തും ഉദ്യോഗസ്ഥ രംഗത്തും കലാരംഗത്തും പ്രഗത്ഭരായിരിക്കുന്ന 3 ആളുകളോട് ഈ നാട്ടുകാർക്കുള്ള ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്നും ഈ ജനക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ക്ലബിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ആദരവ് നടത്തുന്നത് എന്തിനാണ്? ആദരവ് നടത്തുന്നത് ഇനിയിപ്പോ ഇതുപോലുള്ള ട്രോഫിയും മൊമെന്റോ ഒന്നും ഇന്ന് ഒരു അത്ഭുത വസ്തുവല്ല.
സമ്മാനങ്ങൾ ഈ ഐഡിയ സ്റ്റാർ സിംഗർ വന്നതോടുകൂടി സമ്മാനങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. 1 കോടി രൂപയുടെ ഫ്ലാറ്റൊക്കെ കൊടുത്തപ്പോ നമ്മളെല്ലാം പണ്ട് ചെറിയ പ്രായത്തിൽ സ്കൂൾ പഠിക്കുമ്പോഴും നാട്ടിലുള്ള ഇത്തരം പരിപാടികളിലെല്ലാം നമുക്ക് സമ്മാനം കിട്ടുക ഒരു സോപ്പ് വട്ടി, ഒരു കപ്പ് സോസർ, ഒരു മഗ്, ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ്, ഇതൊക്കെയാണ് കിട്ടുക. എന്നാലും അത് കിട്ടിയ വലിയ സന്തോഷമാണ്. പക്ഷെ 1 കോടി രൂപയുടെ സമ്മാനം ഒക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോ ഒരു സ്കൂളിൽ ഒരു പരിപാടിക്ക് സമ്മാനം കൊടുത്തിട്ട് ആ സമ്മാനം LP സ്കൂളിലെ കുട്ടി, ആ കുട്ടിയുടെ ഒരു നിഷ്കളങ്കത, ആ കുട്ടി ശരിമെന്ന് തന്നെ ഇത് പൊളിച്ചിട്ട് നോക്കുമ്പോ 2 കുപ്പി ഗ്ലാസ്സാണ്. അപ്പൊ അത് കൊടുത്ത ആളോട് കൊടുത്ത SI വിളിക്കുക, ഇതേ ഉള്ളൂ. സമ്മാനത്തിന് തീരെ ഒന്നും വിലയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് സമ്മാനങ്ങളുടെ മൂല്യം കൊടുക്കുന്ന ആ വാങ്ങുന്ന ഈ വസ്തുവിൽ വില കൊടുത്ത് വാങ്ങുമ്പോൾ എത്ര പൈസയായി എന്നല്ല. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PK ബിജു സ്വാഗതവും മോഹനൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ സജിത്ത്, മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ പ്രജീഷ് കോട്ടായി, അമൃത TV സൂപ്പർ സ്റ്റാർ ഫെയിം സഞ്ജയ് സുരേഷ്, ജിബേഷ് കോടിയേരി, KK അനശ്വര എന്നിവരെ ആദരിച്ചു. PK ബിജു സ്വാഗതവും K നിധിൻ നന്ദിയും പറഞ്ഞു. തലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 6 കേരള ബറ്റാലിയൻ NCCയുടെ നേതൃത്വത്തിൽ എരഞ്ഞോളി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ വിദ്യാർത്ഥികളോടൊപ്പം NCC ദിനം ആചരിച്ചു. യൂണിറ്റ് കമാൻഡിംഗ് ഓഫീസർ കേണൽ വികാസ് ജെയിൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 6 കേരള ബറ്റാലിയൻ NCCയുടെ നേതൃത്വത്തിൽ എരഞ്ഞോളി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ചിൽഡ്രൻ ഹോമിലെ വിദ്യാർത്ഥികളോടൊപ്പം NCC ദിനം വിപുലമായി ആചരിച്ചു. യൂണിറ്റ് കമാൻഡിംഗ് ഓഫീസർ കേണൽ വികാസ് ജെയിൻ ഉദ്ഘാടനം ചെയ്തു. The heart which is full of compassion, so that we are able to help the ones who need the most. All the dear children on the state children home, understand that you are strong, you are full of potential, you have the courage. Your situations will not decide your future. It is your willingness, your dream to achieve will decide your future. There are a lot of great achievers and the leaders who have come from a very humble background. യൂണിറ്റിലെ ഉദ്യോഗസ്ഥന്മാരും NCC ഓഫീസർമാരും ചേർന്ന് ആഫ്റ്റർ ഹെയർ ഹോമിലേക്ക് Google TV നൽകി. കേഡറ്റുകൾ സ്വരൂപിച്ച അവശ്യ സാധനങ്ങൾ ഹോമിലെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്തു. വാർഡ് കൗൺസിലർ P പ്രമീള കേഡറ്റുകളെ അനുമോദിച്ചു. യൂണിറ്റ് സുബേദാർ മേജർ എഡ്വിൻ ജോസ്, NCC ഓഫീസർമാരായ MP ബാബു, പോൾ ജസ്റ്റിൻ, PV പ്രശാന്ത്, K സജേഷ് കുമാർ, N രാജീവൻ, TP രാബീദ്, VJ ബെനിത, A സുസ്കി, ദിനിൽ ധനഞ്ജയൻ, ഇൻസ്ട്രക്ടർമാരായ TB ജിനേഷ്, മുകേഷ് യാദവ്, R കിരൺകുമാർ, സിവിൽ സ്റ്റാഫുകളായ K ഹനീഷ്, MK പ്രമോദ്, CH രാജേഷ് എന്നിവർ പങ്കെടുത്തു. NCC കേഡറ്റുകളും ഹോമിലെ വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് കലാപരിപാടികൾ അവതരിപ്പിച്ചു.
ശാസ്ത്രീയ നൃത്തരംഗത്തെ അതുല്യ മികവിനും സമർപ്പണത്തിനും ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം നേടിയ നൃത്താധ്യാപിക ഷീജ ശിവദാസിനെ നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആദരിച്ചു. 1/4 നൂറ്റാണ്ടായി നൃത്തമേഖലയിലെ സജീവ സാന്നിധ്യമാണ് ഷീജ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ BSS ദേശീയ ചെയർമാൻ BS ബാലചന്ദ്രനിൽ നിന്നാണ് ഷീജ ശിവദാസ് അവാർഡ് ഏറ്റുവാങ്ങിയത്. മലയാള കലാഗ്രാമം, മദ്രാസ് കലാക്ഷേത്ര എന്നിവിടങ്ങളിലാണ് നൃത്ത പഠനം പൂർത്തിയാക്കിയത്. സിനിമാ സംവിധായകൻ പ്രദീപ് ചൊക്ലി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അതുപോലെ തന്നെ മറ്റെല്ലാ കലയിലും അവിടെയാണ് നമ്മുടെ ഇത്തരം ഡാൻസിന്റെ പ്രസക്തി ഞാനിത് കാണുന്നത്. കുച്ചിപ്പുടിയും ഭരതനാട്യവും മോഹിനിയാട്ടവും കേരള നടനമൊക്കെ ഇന്നും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഒപ്പിച്ചുകൊണ്ട് തന്നെ അത് പഠിപ്പിക്കുകയും പഠിച്ചെടുക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം നമുക്ക് വേണ്ടിയുള്ളതാണ്. എത്ര വെസ്റ്റേൺ സംഭവം വന്നിട്ടും ഇപ്പം വേണം എന്ന് പറയുന്ന ഒരാളുടെ റാപ്പ് വഴി വരുന്നു, അന്ന് വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. ശരി, എന്നാലും നമ്മൾ ഇത്തരം കലാരൂപങ്ങൾ അന്യം നിന്ന് പോകാതെ ഇന്നും തുടർന്ന് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഒരുപാട് ഡാൻസ് ടീച്ചേഴ്സിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നതാണ്. കാരണം അവരാണെങ്കിൽ പഠിപ്പിക്കുന്നവരാ. പല സ്ഥലത്തും ഇവിടെ തന്നെ പല ക്ലാസ്സുകളുണ്ട്. കുട്ടികൾക്കൊക്കെ അത് പഠിക്കാനുള്ള അവസരം കിട്ടുന്നത് ഇത്തരം ആൾക്കാർ നമ്മുടെ മുന്നിൽ. അത് ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ കൃത്യതയോടുകൂടിയിട്ട് അവരെ പഠിപ്പിക്കുന്നുള്ള സ്വന്തം ഒരു ദർശനം അല്ലെങ്കിൽ ഒരാളുടെ സിൻസിയറിറ്റി നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ്. ഷീജ അതിൽപ്പെട്ട ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിറം പ്രസിഡന്റ് CK ലിജേഷ് ഷാൾ അണിയിച്ചു. ബൈജു ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. ദിജിൻലാൽ സംസാരിച്ചു. P വത്സൻ സ്വാഗതവും സനൽ പറമ്പത്ത് നന്ദിയും പറഞ്ഞു. നിറം പന്നിന്നൂരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലാസ്യ സ്കൂൾ ഓഫ് ഡാൻസിലും പള്ളൂർ തില്ലാന നൃത്തവിദ്യാലയത്തിലും അധ്യാപികയാണ് ഷീജ. തലശ്ശേരി സൗത്ത് ഉപജില്ലാ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വാർത്താ വായന മത്സരം സംഘടിപ്പിച്ചു. കൊടുവള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മത്സരം നടന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ EP സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന പൗരന്മാരെ വളർത്തിയെടുക്കുക, വലിയ വലിയ വ്യക്തിത്വങ്ങളായി നമ്മുടെ സമൂഹത്തെ നയിക്കാൻ പറ്റുന്ന നേതാക്കളായി ഇതിനൊക്കെ വളരുന്ന മക്കളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാണ് നമ്മൾ ഈ പരിസരത്തൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നത് പോലെ അപ്പോൾ ടെൻഷൻ അടിക്കാനല്ല, നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ളവരാണ്. നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മത്സരം ചെയ്യുന്നതായി ക്ലബ് സെക്രട്ടറി സന്തോഷ് ഇല്ലോളി അധ്യക്ഷത വഹിച്ചു. കൊടുവള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ നിതീഷ്, ഹെഡ്മാസ്റ്റർ റിയാസ് ചാത്തോത്ത്, K റെനീഷ, മഞ്ജു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. R പ്രഭാകരൻ, KP അജയഘോഷ്, സന്ദീപ് ഉണ്ണി തുടങ്ങിയവർ വിധികർത്താക്കളായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറിയിലെ മയുക KM 1ാം സ്ഥാനവും വായുമലിനീകരണം ഡൽഹിയിൽ ഗതാഗതം തടഞ്ഞ് പ്രതിഷേധം. 262 കോടിയുടെ ലഹരിവേട്ട ഡൽഹിയിൽ 2 പേർ പിടിയിൽ. ഗുണനിലവാരമില്ല, പിടിച്ചെടുത്തത് 5.2 കോടിയുടെ മരുന്ന്. സേക്രഡ് ഹാർട്ട് ഗേൾസ് HSSലെ അലോന സന്തോഷ് 2ാം സ്ഥാനവും നേടി. ജനിതകമാറ്റം വരുത്തിയ നെല്ലിനങ്ങൾക്കെതിരെ വിവാദങ്ങൾ, ആരെയും അറിയിക്കരുതെന്ന് ആരോഗ്യവകുപ്പ്. ശബരിമല അപകടങ്ങൾ ഒഴിവാക്കാൻ സേഫ് സോൺ പദ്ധതിക്ക് ഇക്കുറി 1.4 കോടി രൂപ. AI ദുരുപയോഗം തടയാൻ ആഗോള നടപടി വേണമെന്ന് മോദി. ഹൈസ്കൂൾ വിഭാഗത്തിലെ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറിയിലെ മിഡിൽട്ട ഹൈസി 1ാം സ്ഥാനവും GHS പാലയാടിൽ ആരുഷ് വരച്ചേൽ 2ാം സ്ഥാനവും നേടി. സായിബാബയുടെ ആശയങ്ങൾ കാലികപ്രസംഗം ഉപരാഷ്ട്രപതി. കാഴ്ചപരിമിതരുടെ വനിതാ ടീമിൽ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. കല്ലിക്കുളമാർക്കെ ഏഞ്ചൽ സ്കൂളിൽ മലയാള കളിയൊരുക്കം. സംസ്ഥാനത്ത് മഴയ്ക്ക് സ്വന്തം. മധ്യപ്രദേശിൽ അനന്ത
വാർത്തകൾ വിശദമാണ്. ദേശീയ വാർത്ത. വായുമലിനീകരണം ഡൽഹി ഗതാഗതത്തിന് പ്രതിഷേധം. ന്യൂഡൽഹി വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നതിനിടെ ഡൽഹിയിൽ വീണ്ടും തെരുവിൽ പ്രതിഷേധം. കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ സംഘടനയിലെ പ്രവർത്തകരാണ് അത്യാവശ്യത്തെ പ്രതിഷേധിച്ചത്. പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിയിൽ സമ്മാനദാനം നിർവഹിച്ചു. എലാങ്കോട് സാന്ത്വന സ്പർശം സാംസ്കാരിക വേദിയും കൈരളി വായനശാലയും വീട്ടുമുറ്റ പുസ്തക ചർച്ച നടത്തി. മുഹമ്മദ് റാഫി മാസ്റ്റർ എലാങ്കോടിന്റെ അശരീരികൾ എന്ന പുസ്തക ചർച്ചയിൽ KP മോഹൻ MLAയും പങ്കെടുത്തു. PP അബൂബക്കറിന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചർച്ചയിൽ രാജു കാട്ടുപ്പനം പുസ്തക പരിചയം നടത്തി. എലാങ്കോട് സാന്ത്വന സ്പർശം സാംസ്കാരിക വേദിയും കൈരളി വായനശാലയും സംയുക്തമായാണ് വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. PP അബൂബക്കറിന്റെ വീട്ടുമുറ്റത്താണ് പുസ്തക ചർച്ച ഒരുക്കിയത്. മുഹമ്മദ് റാഫി മാസ്റ്റർ എലാങ്കോടിന്റെ അശരീരികൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. KP മോഹനൻ MLA വീട്ടുമുറ്റ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജുമാഷും അതുപോലുള്ള അനിൽകുമാറും അതുപോലുള്ള ആളുകളൊക്കെ തന്നെയുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് സാഹിത്യകാരന്മാർ ഇനിയും വളർന്നു വരണം. അവർക്കൊക്കെ തന്നെ ഒരു ആവേശവുമാണ് ഈ പുസ്തക ചർച്ച. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ ലൈബ്രറി കൗൺസിൽ ഇന്ന് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വീട്ടുമുറ്റത്ത് പുസ്തക ചർച്ചയും അതോടൊപ്പം തന്നെ വയലുകളിലൊക്കെ തന്നെ ഇരുന്നുകൊണ്ടുള്ള പുസ്തക ചർച്ചയും ഒക്കെ തന്നെ. അത് പ്രാധാന്യത്തോടു കൂടി കണ്ടുകൊണ്ടാണ് ഇവിടെ കൈരളി വായനശാലയും സാന്ത്വന സ്പർശം സാംസ്കാരിക വേദിയും ചേർന്നുകൊണ്ട് ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വായനശാലകളിലൊക്കെ തന്നെ ഇന്ന് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വായനശാലകൾ എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ഒരു ചെറിയൊരു സ്ഥാപനമായിരുന്നു. അവിടെ കുറച്ച് പുസ്തകങ്ങളുണ്ടാവും. ആ വിലപ്പെട്ട പുസ്തകങ്ങളാണ് അതൊക്കെ തന്നെ. പക്ഷേ ഇന്ന് അതൊക്കെ തന്നെ മാറി. ഓരോ ലൈബ്രറിയും ഇന്ന് മത്സരമാണ്. എൻ്റെ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ വേണം, എൻ്റെ ലൈബ്രറിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണം. അങ്ങനെ അത് മത്സരം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഒന്നിനൊന്നായി മാറിയിരിക്കുകയാണ്. ഒന്ന് നോക്കേണ്ട ആ പുസ്തകം ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുരം പുസ്തക പരിചയം നടത്തി. നല്ല എഴുത്തുകാരൻ, കാമ്പുള്ള രചനകൾ നിർവഹിക്കാൻ കഴിവുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ അശരീരികൾ എന്ന പുസ്തകം പുറത്തിറക്കിയപ്പോഴാണ് അത് വായിച്ച ആളുകളൊക്കെ പറഞ്ഞ നല്ല അഭിപ്രായങ്ങളുണ്ട്. ഒരു വർഷമായി അതിങ്ങനെ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒതുങ്ങിക്കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെതല്ല, BSM ട്രസ്റ്റ് അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് എലാങ്കോട് വെച്ച് ഒരു പൊതു സദസ്സിന്റെ മുമ്പാകെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ നീണ്ടുപോയി. ഇപ്പോഴാണ് അതിന് സമയം ഒത്തു വന്നത്. ഏതായാലും ഈ വീട്ടുമുറ്റത്ത് ഇന്ന് പുസ്തകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ യാക്കൂബ് എലാങ്കോട് ചടങ്ങിൽ അധ്യക്ഷനായി. KK രാജീവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ബാലസാഹിത്യകാരൻ പ്രേമാനന്ദ ചമ്പാട്, PP വത്സരാജ്, സുരേഷ് കാരോളിൽ, K സുരേഷ് ബാബു, രാഘവൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. മുഹമ്മദ് റാഫി എലാങ്കോട് മറുപടി പ്രസംഗം നടത്തി. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. PP അബൂബക്കർ ഉപഹാര സമർപ്പണം നടത്തി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ് Dr. TK അനിൽകുമാർ, കേരള സർവകലാശാലയിൽ നിന്നും MA ഫിലോസഫിയിൽ 4ാം റാങ്ക് നേടിയ തൻഹഫീസ, M.Tech PhD നേടിയ കൂറോൾ കീർത്തന വേണു എന്നിവരെയാണ് ആദരിച്ചത്. സാന്ത്വന സ്പർശം പ്രസിഡന്റ് PP അബൂബക്കർ ഇവർക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കൂത്തുപറമ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ എരുവട്ടി വെസ്റ്റ് LP സ്കൂൾ വിജയാഹ്ലാദ റാലി നടത്തി. റാലിയിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനാധ്യാപിക KC മിനിമോൾ, PTA പ്രസിഡന്റ് PK ശ്രീജിത്ത്, ഷീജാക്കാരായി CK ശജിഷ, പ്രജിത്ത്, ജുമാന എന്നിവർ സംസാരിച്ചു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ രക്തസാക്ഷി KV റോഷൻ അനുസ്മരണവും വിദ്യാർത്ഥി റാലിയും സംഘടിപ്പിച്ചു. പാലത്തുംകര കേന്ദ്രീകരിച്ച് നടന്ന വിദ്യാർത്ഥി റാലി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ രക്തസാക്ഷി KV റോഷൻ അനുസ്മരണവും വിദ്യാർത്ഥി റാലിയും സംഘടിപ്പിച്ചു. പാലത്തുംകര കേന്ദ്രീകരിച്ച് നടന്ന വിദ്യാർത്ഥി റാലി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു.
തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സംഘപരിവാറിന് ബന്ധമില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ഹിന്ദു ചരിത്രമെന്നും മുസ്ലിം ചരിത്രമെന്നും മാറ്റിയെഴുതാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യൻ വസ്തുത? ബ്രിട്ടീഷ് ഭരണം വരുന്നതിന് മുമ്പ് നാട്ടുരാജ്യങ്ങളാണ്. ഈ കേരളത്തിൽ പോലും നാട്ടുരാജ്യങ്ങളായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളാണ് ഈ നാട്ടിൽ വ്യത്യസ്ത ഭാഗധേയങ്ങളായി പ്രവർത്തിച്ചിരുന്നത്. കോഴിക്കോട് സാമൂതിരിയും, കൊച്ചിയിൽ കൊച്ചിൻ രാജാവും, തൃശ്ശൂരിൽ ശക്തൻ തമ്പുരാനും, തിരുവിതാംകൂർ രാജഭരണത്തിന്റെ ഭാഗമായി അവിടെയും ഭരണകൂടങ്ങൾ നിലനിന്നിരുന്ന ഇവർ തമ്മിൽ യുദ്ധം നടന്നിരുന്ന ചരിത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഇന്ത്യ രാജ്യത്ത് 100-ൽ പരം 250-ൽ കൂടുതലായി വ്യത്യസ്ത നാട്ടുരാജ്യങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു. SFI ജില്ലാ പ്രസിഡന്റ് അഖില TP അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ, റോഷന്റെ മാതാവ് നാരായണി, K നിവേദ്, ജോയൽ തോമസ്, അഞ്ജലി സന്തോഷ്, സനന്ദ് കുമാർ, അഭിനവ് അളോക്കൻ, ആദർശ് C, V ആകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്.
കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വൻകിട പ്രിന്റിംഗ് മെറ്റീരിയൽ വിൽപ്പനശാലകളിൽ നടത്തിയ പരിശോധനയിൽ 450 കിലോ നിരോധിത ഫ്ലെക്സ് പിടിച്ചെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ ഹോൾസെയിൽ ഗോഡൌണുകളിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വൻകിട പ്രിന്റിംഗ് മെറ്റീരിയൽ വിൽപ്പനശാലകളിൽ നടത്തിയ പരിശോധനയിൽ 450 കിലോ നിരോധിത ഫ്ലെക്സ് പിടിച്ചെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ ഹോൾസെയിൽ ഗോഡൌണുകളിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥരായ CK സരിത്, O ജ്യോതിഷ്, കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ DR രജനി, VK സുബ്ബറാം എന്നിവർ പങ്കെടുത്തു. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. സ്ഥാപന ഉടമയ്ക്ക് നോട്ടീസ് നൽകി. പിഴ ചുമത്തുന്നതിനു വേണ്ടി പിടിച്ചെടുത്ത നിരോധിത വസ്തുക്കൾ കോർപ്പറേഷന് കൈമാറി. പള്ളൂർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ജവഹർ റെസിഡന്റ് അസോസിയേഷൻ സേഫ് വീൽ സേഫ് ലൈഫ്സ് എന്ന പേരിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പള്ളൂർ സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പള്ളൂർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ജവഹർ റെസിഡൻസ് അസോസിയേഷനിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ അംഗം സുമിത്രന്റെ വീട്ടിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം പള്ളൂർ സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു നിർവഹിച്ചു. നമ്മൾ എപ്പോഴും പരിചയമുള്ള ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചിതമുള്ള ആൾക്കാരായിരിക്കും, എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും. പക്ഷെ നമ്മൾ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ നിയമങ്ങൾ നമ്മൾ മാറുള്ളൂ. കാരണം നമ്മൾ റെക്കമെൻഡേഷൻ പോകാതിരിക്കും. ഇങ്ങനത്തെ കേസുകളിൽ റെക്കമെൻഡേഷൻ പ്രത്യേകിച്ച് പോകാതിരിക്കാം. ഈ ആക്സിഡന്റ് നടക്കുന്നതിന്റെ മെയിൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാണ് ഞാൻ പറഞ്ഞ ഡിസ്ട്രാക്ഷനാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോകുന്നത് ഒരു കാരണം. അത് ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിധത്തിലാണ്. ഈ ഡിസ്ട്രാക്ഷന്റെ വേറൊരു കാരണമാണ് നമ്മുടെ മൊബൈൽ ഫോൺ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. വണ്ടി ഓടിക്കുവാൻ മാത്രമല്ല, വണ്ടി റോഡിലേക്ക് നടന്നു പോകുന്നവരെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. റോഡിൽ നടന്നു പോകുന്നവർ എത്ര പേര് നേരെ നോക്കി നടക്കുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ ജയശങ്കർ പരിപാടിയിൽ പങ്കെടുത്തു. പോലീസ് ഓഫീസർമാരായ പ്രസാദ്, സുരേന്ദ്രൻ എന്നിവർ ട്രാഫിക്, മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് തിലകരാജ് അധ്യക്ഷനായി. സെക്രട്ടറി റീന അനിൽ സ്വാഗതവും ഉത്തമൻ തിട്ടയിൽ നന്ദിയും പറഞ്ഞു. LDF പിണറായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. സ്ഥാനാർത്ഥികളും നേതാക്കളും പങ്കെടുത്തു. LDF പിണറായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗം M സുരേന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. LDF പിണറായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CN ഗംഗാധരൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി K ശശിധരൻ, പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, മുൻ പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി K അനുശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. കരിയാട് തെരു വാദ്യസംഘം മുതിർന്ന വാദ്യകലാകാരന്മാരെ ആദരിച്ചു. പാറമ്മേൽ പൈതൽ, പുനത്തുമ്മൽ കരുണാകരൻ എന്നിവരെയാണ് ആദരിച്ചത്. കരിയാട് തെരു വാദ്യസംഘത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന വാദ്യ കലാകാരന്മാരെ ആദരിച്ചു. പാറേമൽ പൈതു, പുനത്തുമ്മൽ കരുണാകരൻ എന്നിവരെയാണ് ആദരിച്ചത്. വാദ്യകലാ അക്കാദമി സംസ്ഥാന സെക്രട്ടറി കടമേരി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. P കൃഷ്ണൻ അധ്യക്ഷനായി. P സുനി സ്വാഗതവും P പ്രേമൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ക്ഷേത്ര ഊരാളൻ, നർത്തകന്മാർ, വാദ്യസംഘം വടകര മേഖലാ സെക്രട്ടറി സതീശൻ വടകര, ശ്രീജിത്ത് പുത്തൻതെരു, സുമേത് പുത്തൻതെരു, P ശങ്കരൻ, P ബാലകൃഷ്ണൻ, സനൂപ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ കുവൈറ്റ് നവംബർ 28 സംഘടിപ്പിക്കുന്ന തലശ്ശേരി പെരുമയുടെ ഭാഗമായുള്ള പോസ്റ്റർ പ്രകാശനം ചെയ്തു. ടേസ്റ്റി റെസ്റ്റോറന്റിലാണ് പരിപാടി നടന്നത്. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ KP റോഷൻ, കോ സ്പോൺസർമാരായ ഫോളോമി മൊബൈൽ, ഫ്ലെമിംഗോ ജനറൽ ട്രേഡിംഗ് കമ്പനി തുടങ്ങിയ പ്രതിനിധികൾക്ക് നൽകി പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് തൻവീർ അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി ഹംസ മേലക്കണ്ടെ, ചെയർമാൻ നിസാൻ നാലകത്ത്, വൈസ് ചെയർമാൻമാരായ NK നൌഷാദ്, KK സത്താർ,
പബ്ലിസിറ്റി കൺവീനർ AK നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. നവംബർ 28 വെള്ളിയാഴ്ച കബദ് റിസോർട്ടിൽ വെച്ച് തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ തലശ്ശേരി തനിമയും തലശ്ശേരി പെരുമയും ഒത്തുചേരുന്ന വൈവിധ്യമായ കലാപരിപാടികളും വിനോദ മത്സരങ്ങളും നടക്കും. ഭിന്നശേഷിക്കാരുടെ സ്നേഹവീടായ യെസ് അക്കാദമി ദുബായ് ചാപ്റ്റർ സ്നേഹസംഗമം നടത്തി. ഖിസൈസ് ദേ സ്വാഗത് റെസ്റ്റോറന്റിലാണ് പരിപാടി നടന്നത്. പാനൂർ എസ് അക്കാദമിയുടെ ദുബായ് ചാപ്റ്റർ ദുബായിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ പാനൂരിലെ സ്നേഹവീടാണ് എസ് അക്കാദമി. ദുബായിൽ നടന്ന സ്നേഹസംഗമം ദുബായ് ഖിസൈസ് ദേ സ്വാഗത് റെസ്റ്റോറന്റാണ് സംഗമം ഒരുക്കിയത്. എസ് അക്കാദമി ചെയർമാൻ ബാലിൽ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. ഷാഫി കോളേജ് വൈസ് ചെയർമാൻ അമീർ അഹമ്മദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഭിന്നശേഷി സമൂഹത്തെ ചേർത്ത് പിടിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എസ് അക്കാദമി ദുബായ് ചാപ്റ്റർ രക്ഷാധികാരി MV നിസാർ സ്വാഗതം പറഞ്ഞു. വയനാട് പീസ് വില്ലേജ് സെക്രട്ടറി സദറുദ്ദീൻ വാഴക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി. എസ് അക്കാദമി ജനറൽ മാനേജർ നിസാർ കീഴുപറമ്പ് സ്ഥാപനത്തെ പരിചയപ്പെടുത്തി. സ്റ്റിംസ് ദുബായ് ചാപ്റ്റർ കൺവീനർ സിറാജ്, എസ് അക്കാദമി മുഖ്യ രക്ഷാധികാരി TK മുഹമ്മദ് അലി, മനാഫ് കണ്ടിയിൽ, ഹനീഫ് പാനൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. എസ് അക്കാദമി ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ എലാങ്കോട് സമാപന പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരിയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായത് പാനൂർ ആണ്ടിപ്പീടിക സ്വദേശി VP മുഹമ്മദ് റഫ്നാസ്, തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി KP നാഫിഫ് നാസർ എന്നിവർ. ആന്തൂർ നഗരസഭയിൽ 3 വാർഡുകളിൽ കൂടി LDF-നെതിരില്ലാതെ ജയം. 2 UDF പത്രിക തള്ളിയതും ഒരാൾ പിൻവലിച്ചതുമാണ് ജയത്തിന് കാരണം. പാവപ്പെട്ടവന്റെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്നവരുടെ ഭരണത്തിൽ പാവങ്ങൾ പെരുകുകയാണെന്ന് K സുധാകരൻ MP. നമ്മുടെ നാടിന്റെ ഖജനാവിലെത്തേണ്ട പണം അഴിമതിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിലെത്തുന്ന ഭരണമാണിതെന്നും K സുധാകരൻ. മാക്കുനി വേലഞ്ചിറ കരിങ്കൽ കെട്ടി പുഴഭിത്തി സംരക്ഷണ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ. നിർമ്മാണം നടക്കുന്നത് പുതുച്ചേരി സർക്കാരിന്റെ PWD ഫണ്ട് 9 ലക്ഷം രൂപ ചിലവഴിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.